Welcome back to welcome to പറയൂല. welcome back. Ready 1 2 3 start. Welcome back to our channel വേണ്ട. Welcome back to our channel. Welcome back to our channel Lazy Couple. It's me തടിയൻ. ഇത് തടിയനോട് തടിച്ചി. അതാണ്. പിന്നെ ഇന്നെന്താ പരിപാടി? എന്ത് പരിപാടി? നിങ്ങൾ ദുബായിലൊക്കെ എന്നെ കൂട്ടാണ്ട് പോയി എന്നാലേ. അച്ഛടാ. നിങ്ങൾ കൂട്ടിട്ട് പോകും. നിങ്ങൾ വീഡിയോയിലില്ലേ ദുബായിൽ അടുത്ത പ്രാവശ്യം ഫാമിലി ആയിട്ട് പോകണമെന്ന് വെച്ചാൽ എത്ര ആളെനിക്ക് മെസ്സേജ് അയച്ചറിയോ? ഇനി എപ്പോഴാണ് പോകണേന്ന് വെച്ചിട്ട് അടിപൊളി. നമുക്ക് പോകണം ഇൻഷാല്ലാ. നമ്മൾ കുറച്ച് എപ്പിസോഡുകളൊക്കെ വരുന്നുണ്ട്, ദുബായ് എപ്പിസോഡുകൾ. അപ്പോൾ നമ്മൾ ഇന്ന് വന്ന കാര്യം ഇവരോടൊപ്പം ഒന്ന് പറയുന്നുണ്ട് എന്താണ് എന്നുള്ളത്. ഇന്നിപ്പോൾ വന്നത് നിങ്ങളിപ്പോൾ ദുബായിൽ പോയിട്ട് കുറേ ആൾക്കാരെ പ്രവാസികളുടെ ലൈഫൊക്കെ കണ്ടല്ലോ. അപ്പോൾ ഇപ്പം അവിടെ ജോലിയൊക്കെ നിർത്തി വെച്ച് നാട്ടിൽ വന്ന് എന്തെങ്കിലും തുടങ്ങണം ആക്കണം എന്നൊക്കെ ഒരുപാട് ആളുകൾക്ക് ആഗ്രഹമുണ്ട്. അതെ, ഈ കൊറോണ സമയത്തൊക്കെ ഒരുപാട് ആൾക്കാർ ജോലി പോയി. ഇത് സത്യം പറഞ്ഞാൽ ചില ആൾക്കാർ ഇപ്പോഴും അവിടെ ഉണ്ടല്ലോ, ചെറിയ ചെറിയ പൈസക്ക് നമ്മൾ കുടുംബത്തിനെ നോക്കണം എന്നുള്ള പ്രവാസികളെ മനസ്സുണ്ടല്ലോ, ആ മനസ്സുകൊണ്ട് ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, ചെറിയ പൈസക്ക് ജോലി എടുക്കുന്ന ആൾക്കാർ. അപ്പോൾ ആ പണി പോലും ഇല്ലാണ്ട് നാട്ടിലേക്ക് വന്ന ഒരുപാട് ആൾക്കാർ ഉണ്ട്. അപ്പോൾ പക്ഷേ നാട്ടിലേക്ക് വന്നിട്ട് പിന്നെ ഇവിടെ ഒന്നും ചെയ്യാൻ തിരിച്ചു പോകേണ്ടി വരുന്ന ആളുകളും വീണ്ടും പ്രവാസ ജീവിതത്തിലേക്ക് തന്നെ തിരിച്ചു പോകേണ്ടി വരുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മളിന്ന് പറയുന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ വളരെ എന്താ പറയുക, എങ്ങനെ വരുന്ന ആൾക്കാർക്ക്, പ്രവാസികളായിട്ടുള്ള ആൾക്കാർക്ക്, അതേപോലെ നമ്മുടെ വീട്ടിൽ പുതുതായിട്ടൊരു സംരംഭം തുടങ്ങണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക്, പിന്നെ എന്താ പറയുക ഒരുപാട് പൈസ കയ്യിലില്ലാതെ എങ്ങനെ ഒരു ബിസിനസ് ഉണ്ടാക്കാൻ കഴിയുമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അല്ലേ, പിന്നെ എന്താ ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഓഫീസ് ഷോപ്പ് അതൊന്നും വലിയൊരു ഓഫീസൊക്കെ വേണ്ടാത്ത ഒരു ചെറിയൊരു സ്മോൾ ബഡ്ജറ്റ് അല്ലേ, വളരെ തുച്ഛമായ ബഡ്ജറ്റിൽ ചെയ്യാൻ പറ്റുന്ന എന്നാൽ നല്ല പ്രോഫിറ്റ് കിട്ടുന്ന ഒരു ബിസിനസ്സിനെ പരിചയപ്പെടുത്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ആർക്കും ഇത് തുടങ്ങാം, ചെറിയൊരു പൈസ കയ്യിലുണ്ടെങ്കിൽ ആർക്കും ഈ സംഗതി തുടങ്ങാം. കുറേ കാലമായിട്ട് നമ്മൾ കേൾക്കുന്നതാണ് ഗവൺമെൻറ് ഇത് പ്ലാസ്റ്റിക് ബാൻ ചെയ്യുന്നത് കുറേ പ്രാവശ്യം നിരോധിച്ചിട്ടുണ്ട്. ഈ ജൂലൈ 1 മുതൽ സിംഗിൾ യൂസ് പ്ലാസ്റ്റിക് ഒക്കെ മൊത്തത്തിൽ ബാൻ ചെയ്യാൻ പോവാണ്. അതെ, മൊത്തത്തിൽ ബാൻ ചെയ്യാണ്. സിംഗിൾ യൂസ് പ്ലാസ്റ്റിക് കവറുകൾ ഉണ്ടല്ലോ, നമ്മൾ പീടികയിൽ പോയിട്ട് 10 റുപ്യക്ക് ഇപ്പോൾ മത്തി കിട്ടൂല, 100 റുപ്യക്ക് മിനിമം മത്തി കിട്ടുള്ളൂ. മത്തി വാങ്ങുന്ന തക്കാളി പോലും കിട്ടില്ല. അതെ, സത്യം അതാണ് അവസ്ഥ. അപ്പോൾ അങ്ങനത്തെ ക്യാരി ചെയ്ത് കൊണ്ടുവരുന്ന സാധനങ്ങൾ, നമ്മളിപ്പോൾ സാധനങ്ങളൊക്കെ വാങ്ങുന്നേരം, പച്ചക്കറികൾ വാങ്ങുന്നേരം അതൊക്കെ ആയിട്ട് നിരോധിക്കാൻ പോവുകയാണ്. അപ്പോൾ അത് നിരോധിച്ചാൽ എന്താ ഉണ്ടാകുക, നമ്മൾ സാധനം വാങ്ങാൻ പണ്ടത്തെ മാതിരി തേക്കിൻ്റെ ഇലയും വായൻ്റെ ഇലയും ഒക്കെ പറിച്ച് പോകേണ്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒന്ന് മാറി ചിന്തിച്ച് ഇപ്പൊ കുറെയൊക്കെ പക്ഷെ അതിന്റെ യൂസിലേക്ക് വന്നിട്ടുണ്ട്. അതെ, ഒരുപാട് ഷോപ്പുകളിൽ അതാണ് ഇപ്പൊ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോ ഈ നിയമം കൂടി വന്നാൽ സ്ട്രിക്ട്ലി ആയിട്ട് എല്ലായിടത്തും എല്ലാവർക്കും ഇതന്നെയാണ്. അപ്പൊ നല്ലൊരു സ്കോപ്പ് കാണുന്ന ഒരു ബിസിനസ് കൂടിയാണ്, മുന്നോട്ട് ഭാവിയുള്ള ഒരു ബിസിനസ്സും കൂടിയാണ്. നമ്മളെ പേപ്പർ കവറുകൾ, പാക്കറ്റുകൾ, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, പേപ്പേഴ്സ് ഷോപ്പിൽ പോയാല് കിട്ടുന്നത്. ഇപ്പൊ ഒരുവിധം ഷോപ്പുകളിലൊക്കെ റോയലിൽ നിന്ന് കൊണ്ടുതരുന്ന ബ്രോസ്റ്റൊക്കെ കൊണ്ടുവരുന്ന ബ്രോസ്റ്റ്, അൽഫാം ഒക്കെ ഞാൻ തിന്നലുണ്ട്. പക്ഷെ അതൊക്കെ ഒരു പേപ്പർ കവറിലാണ് കൊണ്ടുതരുന്നത്. അങ്ങനത്തെ പേപ്പർ കവറുകൾ പല ടൈപ്പ് ഉണ്ട് കേട്ടോ. നമ്മൾ ഇപ്പൊ റെഡിമെയ്ഡ് ഷോപ്പിൽ പോയാൽ കിട്ടുന്നത്. അങ്ങനെ ഒരുപാട് സ്ഥലത്ത് പേപ്പർ കവർ ആയിട്ട് അതിലെന്തൊക്കെ ക്യാരി ചെയ്യുക, എത്ര കിലോ അതിൽ വെയിറ്റ് താങ്ങുക, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഇപ്പോൾ മനസ്സിൽ കൂടെ കുറേ ആൾക്കാർക്ക് പോയിട്ടുണ്ടാവും. ഇത് എവിടെ കിട്ടും, എങ്ങനെ ഉണ്ടാക്കും, ഇതിന്റെ സാധനങ്ങൾ എങ്ങനെ കിട്ടുക, അതെ, അങ്ങനത്തെ കുറെ ചിന്തകൾ ഇപ്പൊ നിങ്ങൾക്കൊക്കെ വന്നിട്ടുണ്ടാവും അല്ലേ. അപ്പൊ നമ്മൾ ഇങ്ങനത്തെ കുറെ സാധനങ്ങളാണ് പേപ്പർ ബാഗ്സ് അല്ലേ, ഇതിലൊക്കെ നമുക്ക് സാധനങ്ങളൊക്കെ ഇട്ട് കൊണ്ടുപോകാൻ പറ്റും. ഇതിപ്പോ ഒരു ടൈപ്പ് സാധനങ്ങളാണ്, ഒരു ടൈപ്പ് വേറൊരു ടൈപ്പ്, ഇത് വേറൊരു ടൈപ്പ്, രണ്ട് ടൈപ്പ് ഒന്നും തന്നെയാണ്. പക്ഷെ കുറച്ച് പ്രിന്റിങ് ഇതിപ്പോ ഇത് പ്ലെയിൻ ആയിട്ടുള്ള, അതെ, നമ്മളെ ഷോപ്പിന്റെ പേരൊക്കെ നമുക്ക് ഇതേപോലെ എന്ത് ചെയ്യാൻ പറ്റും, പ്രിന്റ് ചെയ്തിട്ടൊക്കെ ചെയ്യാനും ഈ ബാഗ് ഇങ്ങനെ മേക്ക് ചെയ്യാനും ഒക്കെ എങ്ങനെ കഴിയും. അപ്പോൾ ഇങ്ങനത്തെ ഒരു ബാഗ് ഉണ്ടാക്കണം. ഇത് ക്രാഫ്റ്റ് പേപ്പറാണ്, അങ്ങനത്തെ പേപ്പർ കൊണ്ട് ഉണ്ടാക്കാം. കട്ടി കുറച്ചുകൂടി വേണമെന്നുണ്ടെങ്കിൽ വെയിറ്റ് കൂടുതൽ സാധനം കാണാൻ കുറച്ചുകൂടി ക്വാളിറ്റി കൂടുതൽ ഉണ്ടാക്കാം.
അങ്ങനെ പല ബാഗുകൾ ഉണ്ടാക്കാം, ബേക്കറികൾക്ക് ഉണ്ടാക്കാം. നമ്മൾ ഓരോ സാധനത്തിന് അതെ, ചുരുക്കി പറഞ്ഞാൽ നമ്മളെ അംസക്കാന്റെ വീഡിയോ മുതൽ ലുലുമാൾ വരെ ആവശ്യമുള്ള സാധനമാണ് ഈ കവറ്. അപ്പോൾ മാർക്കറ്റ് എത്രത്തോളം വലുതാന്ന് മനസ്സിലായില്ലേ നിങ്ങൾക്ക്? അപ്പോൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞങ്ങൾ വീഡിയോകൾ ഓരോ എപ്പിസോഡ് വരും. എങ്ങനെയാണ് ഇത് ചെയ്യുന്നത്, എങ്ങനെ നമുക്ക് ഉണ്ടാക്കാം. പിന്നെ വേറെ കാര്യമുണ്ട്, നിങ്ങൾക്കിത് പഠിക്കണം എന്ന് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഞാൻ താഴെ കുറച്ച് നമ്പേഴ്സ് കൊടുക്കാം, ഞങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യേണ്ട നമ്പർ. അപ്പോൾ ഓൺലൈനായിട്ടോ ഓഫ്ലൈനായിട്ടോ ഒക്കെ എന്താക്കാം, പഠിക്കാം. ക്ലാസ് തരും. പിന്നെ ഈ മെറ്റീരിയൽസ് എവിടെ നിന്നാണ് കളക്ട് ചെയ്യാൻ പറ്റുക, അങ്ങനത്തെ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ തരാൻ പറ്റും. ഇങ്ങനത്തെ കുറേ ബാഗുകൾ ഉണ്ടാക്കുന്നത് അല്ലേ, ഇതിന്റെ മെറ്റീരിയൽസ് എവിടെ കിട്ടുക? ഒരുപാട് ബാഗുകൾ ഉണ്ട് കേട്ടോ. ഇതേപോലെ കണ്ടോ, 2 കളറിൽ പ്രിന്റ് ചെയ്തിട്ട് അതെങ്ങനെ ബാഗാക്കാം. പിന്നെ സിംഗിൾ കളർ എങ്ങനെ കളർഫുള്ളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങൾ നമ്മൾ ഒരുപാട് ഷോപ്പുകൾക്ക് ഇതൊക്കെ ആവശ്യമായിട്ട് വരും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ അർമാൻ ഖാന്റെ വീഡിയോ തുടങ്ങിയിട്ട് ഹാൻഡിലുകൾ തന്നെ പല ടൈപ്പ് ഉണ്ട്. ഇപ്പോൾ അത് കണ്ടോ, ഇത് നൈലോണിന്റെ ഹാൻഡിലാണ്, ഇത് പേപ്പർ ട്വിസ്റ്റഡ് ഹാൻഡിലാണ്. അതെ, അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങളുണ്ട് കേട്ടോ. ഇതിൽ പ്രത്യേകിച്ച് നമ്മളെ വീട്ടിലെ പെണ്ണുങ്ങൾക്കൊക്കെ വളരെ എളുപ്പത്തിൽ അല്ലേ ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ്, വീട്ടിൽ തന്നെ ഇരുന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണ്. എന്തായാലും ഇനി മാർക്കറ്റിൽ ഇതിന് നല്ല ഡിമാൻഡ് ആയിരിക്കും. അതെ, നല്ല ഡിമാൻഡ്. ജൂലൈ 1 ഇത് ബാൻ ചെയ്യുന്നതോടുകൂടി മാർക്കറ്റിൽ ഇതിന് എന്തായാലും നല്ല ഡിമാൻഡ്. വേറെ കാര്യമുണ്ട്, ഞാനേ കുറയൂല. അതെ, നിങ്ങൾക്ക് ഇതിനെ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ക്ലാസ് അറ്റൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനും നമ്മൾ സൗകര്യം ഒരുക്കുന്നുണ്ട്. അതേപോലെ ഈ ബിസിനസ് നന്നായിട്ട് പരിചയപ്പെടാനുള്ള ഒരു അവസരവും കൂടി ഞങ്ങൾ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് തരികയാണ്. അപ്പോൾ എന്താ ചെയ്യേണ്ടി, താഴെ കാണുന്ന നമ്പറിൽ ഒന്നെങ്കിൽ കോൺടാക്ട് ചെയ്യുക, ഇല്ലെങ്കിൽ ജസ്റ്റ് വാട്സപ്പ് ചെയ്യുക. ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ നമ്മൾ എപ്പിസോഡായിട്ട് വരുന്നത്. കൂടെ തന്നെ നമ്മൾ ദുബായിൻ്റെ വീഡിയോസ് കൂടി അപ്ലോഡ് ദുബായിൻ്റെ വീഡിയോ അതൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. ബൈ ബൈ. സൈനിങ് ഓഫ് ലേസി കപ്പിൾ.